Hello and welcome to yet another video of AOTA channel. ഞാൻ റിസ്വാൻ. താർ റോക്സ് വാങ്ങിയ അന്ന് മുതൽ ഒരുപാട് ചോദ്യങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് വാഹനം? 3 ഡോർ വെർഷൻ പോലെയാണോ, ഫാമിലിക്ക് പ്രാക്ടിക്കൽ ആണോ എന്ന് തുടങ്ങുന്ന ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏകദേശം 2000 കിലോമീറ്റർ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള നല്ലത് എന്ന് തോന്നിയ 10 കാര്യങ്ങളും എന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആകാമായിരുന്നു എന്ന് തോന്നിയ 10 കാര്യങ്ങളും വളരെ പെട്ടെന്ന് പറയുകയാണ് ഈ വീഡിയോയിലൂടെ. ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സിന് വേണ്ടിയിട്ട് AOTയുടെ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഫസ്റ്റ് പോയിന്റ് ലുക്സ് തന്നെയാണ്. മാരക റോഡ് പ്രസൻസ് ആണ്. ഒരു അറ്റൻഷൻ ഗ്രാബർ എന്നൊക്കെ വളരെ എളുപ്പത്തിൽ പറയാം. താർ റോക്സിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും അത് തന്നെയാണ്. സെക്കൻഡ് പോയിന്റ് ബ്രില്യൻറ്റ് എൻജിൻസ് ആണ്. പെട്രോൾ ആയിക്കോട്ടെ ഡീസൽ ആയിക്കോട്ടെ നല്ല പവർഫുൾ ആണ്, സൂപ്പർ റിഫൈൻഡുമാണ്. തേർഡ് വൺ ഇതിലെ ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ്. സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആണ്, വെൽ ട്യൂൺ ഫോർ ഡ്രൈവബിലിറ്റി ആണ്. അത് മാത്രമല്ല ടോർക്ക് കൺവെർട്ടർ ആയതുകൊണ്ട് തന്നെ റിലയബിളും ആയിരിക്കും. ഫോർത്ത് വൺ ബിൽഡ് ക്വാളിറ്റി. ടഫ് ആൻഡ് റോബസ്റ്റ് അല്ലെങ്കിൽ അബ്യൂസ് ഫ്രണ്ട്ലി എന്ന് വിശേഷിപ്പിക്കാം. ഇന്റീരിയർ ക്വാളിറ്റി ആണെങ്കിൽ തന്നെയും ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ ഗ്രേറ്റ് 4x4 കാപ്പബിലിറ്റീസ്. ഇത് 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വേർഷൻ ആണ്. ബട്ട് നിങ്ങൾ 4 വീൽ ഡ്രൈവ് വേർഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഇന്റലിറ്റേൺ പോലെയുള്ള മികച്ച ഓഫ് റോഡ് കാപ്പബിലിറ്റീസ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് താർ റോക്സ്. സിക്സ്ത് വൺ സേഫ്റ്റി തന്നെയാണ്. ഭാരത് NCAP ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗിൽ 5 സ്റ്റാർസ് ആൾറെഡി നേടിക്കഴിഞ്ഞു താർ റോക്സ്. 6 എയർ ബാഗ്സ്, റിയർ ഡിസ്ക് ബ്രേക്ക്, ADAS എന്ന് തുടങ്ങി സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ ഒരു വലിയ നിര തന്നെ താർ റോക്സിലുമുണ്ട്. അടുത്തത് ഫീച്ചേഴ്സ്. ഹ്യൂജ് പാനോറാമിക് സൺറൂഫ്, ADAS, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, 9 സ്പീക്കർ ഹർമാൻ കാർഡൻ സിസ്റ്റം എന്ന് തുടങ്ങി വലിയ ഒരു ഫീച്ചേഴ്സിന്റെ ലിസ്റ്റ് തന്നെ താർ റോക്സിലുണ്ട്. അതുകൂടാതെ മികച്ച ക്യാബിൻ ക്വാളിറ്റിയും താർ റോക്സ് നൽകുന്നു വെൻ കമ്പയർഡ് ടു താർ 3 ഡോർ വേർഷൻ. അടുത്തത് ഫാർ ബെറ്റർ ദാൻ താർ 3 ഡോർ വേർഷൻ ഇൻ ടേംസ് ഓഫ് കംഫർട്ട് ആൻഡ് പ്രാക്ടിക്കാലിറ്റി. സത്യം പറഞ്ഞാൽ ആ ഒരു ആസ്പെക്റ്റിൽ യാതൊരു തരത്തിലുള്ള താരതമ്യം പോലും അർഹിക്കുന്നില്ല. പുതിയ സസ്പെൻഷൻ, പുതിയ പ്ലാറ്റ്ഫോം എല്ലാം താർ റോക്സിന് സ്വന്തം. 9th പോയിന്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രൈമറി കാറായിട്ട് യൂസ് ചെയ്യാമോ എന്നുള്ളതായിരുന്നു. യെസ് എന്നാണ് അതിനുള്ള ഉത്തരം. എക്സ്ട്രാ 2 ഡോർസ് നൽകുന്ന പ്രാക്ടിക്കാലിറ്റി മാത്രമല്ല, സസ്പെൻഷൻ ട്യൂണിങ്ങിലും എല്ലാം അത് വളരെ പ്രകടമാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എക്സ്ട്രീംലി മോഡിഫിക്കേഷൻ ഫ്രണ്ട്ലി ആണ് താർ റോക്സും. താർ 3 ഡോർ കൊണ്ട് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ആക്സസറീസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ കിറ്റ്സ് താർ റോക്സിലും ലഭ്യമാണ്. ഇനി താർ റോക്സിൽ ബെറ്റർ ആകാമായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് റൈഡ് ക്വാളിറ്റി. സെക്കൻഡ് പോയിന്റ് ഹാൻഡ്ലിംഗ്. താർ റോക്സ് ഒരു ഫാമിലി ഫ്രണ്ട്ലി കാർ ആണ് എന്ന് പറയുമ്പോഴും അവിടെ റൈഡ് ക്വാളിറ്റിയും ഹാൻഡ്ലിങ്ങും പെർഫെക്റ്റ് ആണ് എന്ന് അർത്ഥമില്ല. ഇതൊരു ബോഡി ഓൺ ഫ്രെയിം SUV ആണ്. അതിന് അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റൈഡ് ക്വാളിറ്റി ബെറ്റർ ആണ് എന്ന് പറയുമ്പോഴും അത്രത്തോളം സെറ്റിൽഡ് ആണ് എന്ന് ഞാൻ പറയില്ല. ഹാൻഡ്ലിംഗ് ആണെങ്കിലും കുറച്ച് ഉയർന്നിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ടും ഈ ഒരു ആർക്കിടെക്ചറുള്ള വാഹനം ആയതുകൊണ്ടും ഹാൻഡ്ലിങ്ങിനെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്, എസ്പെഷ്യലി നമ്മൾ കോർണേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ. ഇതിനൊരു കുറ്റമായി കണ്ടിട്ട് കാര്യമില്ല, കാരണം ഈ ഒരു ആർക്കിടെക്ചറുള്ള വാഹനങ്ങളിലെല്ലാം ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരു 100% ഫാമിലി SUV വേണമെന്നുള്ളവർക്ക് XUV 700 തന്നെയായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. തേർഡ് വൺ വൈറ്റ് ഇന്റീരിയേഴ്സ് ആണ്. താർ റോക്സിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു കാര്യം തന്നെയാണത്. 4 വീൽ ഡ്രൈവ് വേർഷനിൽ ജാനുവരി മുതൽ മോച്ച ബ്രൗൺ ഇന്റീരിയർ സ്കീം വരുമെങ്കിലും നിലവിൽ വാഹനം എടുക്കുന്നവർക്ക് അതൊരു ഹെഡേക്ക് തന്നെയാണ്, എന്നെ പോലുള്ളവർക്ക്. ഇതിന്റെ റൂഫ് ലൈൻ ഒക്കെ നോക്കുവാണെങ്കിൽ ആൾറെഡി ചെറിയ രീതിയിൽ അഴുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഫോർത്ത് പോയിന്റ് 3 ഡോറിനെ അപേക്ഷിച്ച് താർ റോക്സിൽ കുറച്ച് അഭംഗിയായി തോന്നിയിട്ടുള്ള കാര്യം ഇതിന്റെ ഒരു സൈഡ് പ്രൊഫൈൽ ഡിസൈനും ഫ്രണ്ട് ഗ്രില്ലുമാണ്. എസ്പെഷ്യലി ഈ ഒരു പോർഷൻ കുറച്ച് സുഖമില്ലായ്മ തോന്നാറുണ്ട്. നെക്സ്റ്റ് വൺ, ഒരു ഫാമിലി ഫ്രണ്ട്ലി ആണ് എന്ന് പറയുമ്പോഴും റിയർ സീറ്റിലേക്ക് കയറാനും ഇറങ്ങാനും പ്രായമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. 6th പോയിന്റ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 3 റോ സീറ്റിംഗ് നൽകുന്ന ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മുന്നിലുണ്ട്. താർ റോക്സിൽ അത് മിസ്സിംഗ് ആണ്. നെക്സ്റ്റ് വൺ, എൻ്റെ ഒരു സൈസിന് അണ്ടർ തൈ സപ്പോർട്ട് കുറച്ച് കുറവായി തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല ലെംബാർ അഡ്ജസ്റ്റ്മെന്റ്സും ഇതിൽ മിസ്സിംഗ് ആണ്. 8th പോയിന്റ്, കുറെ അധികം മിസ്സിംഗ് ഫീച്ചേഴ്സും താർ റോക്സിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡോറിന് ഒരു റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടില്ല. സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, റീച്ച് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. മുന്നേ പറഞ്ഞ പോലെ ലെംബാർ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്സിന് കൊടുത്തിട്ടില്ല. അതുപോലെ ഡോർ പോക്കറ്റ്സ് ചെറുതാണ്. 1 ലിറ്റർ ബോട്ടിൽ നല്ലവണ്ണം തിരികെ കയറ്റേണ്ട ഒരവസ്ഥയാണ്. അതുകൂടാതെ റിയർ സൺ ഷെയ്ഡ്സും ഒക്കെ കൊടുക്കാമായിരുന്നു. 9th പോയിന്റ് കംപ്ലൈൻസ് ആയിട്ട് തോന്നിയ 1-2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിലെ കണക്ടിവിറ്റി ഇഷ്യൂസ്. പലപ്പോഴും XUV 700 ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ടച്ച് സ്ക്രീൻ കണക്ടിവിറ്റി ഒരു തലവേദന തന്നെയായിരുന്നു.
ഇതിലും ആൻഡ്രോയിഡ് ഓട്ടോ ഫ്രീക്വന്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. ഈ ഇഷ്യൂസ് നെക്സ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ മാറുമെന്നാണ് ഷോറൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. രണ്ടാമതായി തോന്നിയ ഒരു ക്വാളിറ്റി ഇഷ്യൂ ആണ് ശരിക്കും. ഇതിന്റെ വൈപ്പർ വാഷറിന്റെ ഫ്ലൂയിഡ്, അത് ടാങ്കും ഇതിന്റെ മോട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റബ്ബർ കേബിൾസ് ഉണ്ട്. ഇത് എപ്പോഴും ഡിസ്കണക്ട് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനിപ്പോൾ വണ്ടി എടുത്ത് ഒരു 2 വീക്സിനിടയ്ക്ക് തന്നെ ഒരു 3-4 പ്രാവശ്യം ഡിസ്കണക്ട് ആയി പോവുകയാണ്. അതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വൈപ്പർ ഓൺ ചെയ്യുമ്പോൾ വാഷർ ഓൺ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് വരില്ല, പകരം അത് മൊത്തം ലീക്കായി താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി അഥവാ മൈലേജിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ സിംഗിൾ ഡിജിറ്റ് ഫിഗേഴ്സ് നോക്കിയാൽ മതി, 9 or 10. മിക്സഡ് ഡ്രൈവിംഗ് കണ്ടീഷനിൽ 10 to 11 പ്രതീക്ഷിക്കാം. ഹൈവേ ക്രൂയിസിന്റെ സമയത്ത് ഒരു 13 to 14 ആണ് എനിക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള മൈലേജ്. ഒരുപക്ഷെ സർവീസ് കഴിയുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് വന്നേക്കാം. എങ്കിൽ പോലും അത്രത്തോളം ഒരു ഫ്യൂൽ എഫിഷ്യന്റ് വാഹനമാണ് താർ റോക്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് പ്രധാന ഒരു കാരണക്കാരൻ ഇതിന്റെ ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് തന്നെയാണ്. മൈലേജിലുപരി ഡ്രൈവബിലിറ്റിക്ക് ഫോക്കസ് കൊടുത്തിട്ടാണ് മഹീന്ദ്ര ഇത് ട്യൂൺ ചെയ്തേക്കുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. വീഡിയോ ഇഷ്ടമായെങ്കിൽ AIoTയുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പേജസ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. Stay tuned for more such informative contents. Until we meet again, this is Rizwan signing off. Bye-bye.